പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തെമ്മാടിത്തരം വിളിച്ചു പറയുന്ന ദേവദാസിയോടും പ്ലക്കിയോടും എനിക്ക് മൊത്തം പറയാനുണ്ട്. ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല. പിടിച്ചവന്റെയൊക്കെ എല്ലൂരി ഞാൻ പഴംപൊരി ഉണ്ടാക്കും. കൂട്ടം കൂടി അടിക്കാനും റിവെഞ്ച് മോഡ് ഓണാക്കി വരുന്ന രാക്ഷസനും രാക്ഷസികളും ഒക്കെ കുറെ ഉണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ സുനിത ദേവദാസിനെ, ഈ കമ്മി ക്യാപ്സ്യൂളിനെ ഞാൻ ഒരു വട്ടം എക്സ്പോസ് ചെയ്ത് പൊളിച്ചു വിട്ടത്. വല്ല കമ്മീന്റെ തീട്ടവും വാരി കാലും നക്കി കണ്ടന്റ് ഉണ്ടാക്കി അതിന്ന് 10 വ്യൂ ഉണ്ടാക്കി പോകുന്ന എ ക്ലാസ് കമ്മി കോമരം. ഞാൻ നോക്കുമ്പോ നീയൊക്കെ വലിയ സംഭവം, ഞാനെന്തോ വലിയ വെടലിയായിട്ടാ നീ പോർട്രേറ്റ് ചെയ്യുന്നത്. ഓ, ഇവിടെ ഉള്ളവരൊക്കെ ക്രിമിനൽസ്. താങ്കളുടെ ഇന്റേൺഷിപ്പിന് വന്നായിരിക്കും അല്ലേ? നീയൊക്കെ ഏത് എ ക്ലാസ് കുത്തിത്തിരിപ്പാന്നുള്ളത് മലയാളികളായിട്ടുള്ള ജനങ്ങൾ നിന്റെയൊക്കെ വീഡിയോ വർഷങ്ങളായിട്ട് കാണുന്നവർക്ക് അറിയാം. ഇതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു നിമിഷം കൊണ്ടല്ലേ ഇപ്പൊ നിറം മാറിയത്. അതുകൊണ്ട് സ്വയം അങ്ങോട്ട് കുളിച്ച് നന്നാവാൻ സീക്രട്ട് ഏജന്റിനെ ഡിറ്റർജന്റ് ആക്കാൻ നിക്കണ്ട സുനിത ദേവദാസി, നീ അതിലും മാറിയോളാം. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. അഷ്കർ പ്ലക്കിക്ക് ഒരുമാതിരി കൊറേ ദേഷ്യങ്ങളാണ് എന്നോട്. പോസ് കാണിച്ചാണ്ടല്ലോ മൂഞ്ചി ഇരിച്ചു വിടും. എടാ ഉളുപ്പില്ലാത്ത നാറി. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. നീ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ സാധനവും എടുത്ത് തലയിൽ വെക്കുന്ന ഒരു തരം. ഇതൊക്കെ ഒരു തമാശ അല്ലേ? എനിക്ക് സീരിയസാ. നീ എത്ര ഫാമിലി ഇഷ്യൂസ് എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടാ എരപ്പേ. നീ നൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കും അങ്ങനെ ആവാൻ പറ്റുമോ? അതും അതേപോലെ ഒരു സിറ്റുവേഷനില് ഊസിയ കാശ് കൊണ്ടുവരണം നീ. അല്ല, ഇവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ഏതോ നന്മമരമാണ്. അഷ്കർ പ്ലക്കിന്റെ ചാനലിൽ കൊടുത്തിട്ടുള്ള ഫുള്ള് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണല്ലോ. ഈ കാണിക്കുന്നതേ ചെറ്റത്തരം, അതേ ചെറ്റത്തരം തന്നെയാണോ ഞാനും കാണിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് വീഡിയോ ആക്കുന്നത്. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയണം. ഒരു പരാതിയില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.